നമസ്കാരം. എന്ത് തോന്നി കുംഭമേളയ്ക്ക് വന്നിട്ട്? സ്നാനം കഴിഞ്ഞോ? ഇല്ല കഴിഞ്ഞ ജസ്റ്റ് എത്തിയതേ ഉള്ളൂ. ഓക്കെ, എങ്ങനെ ഇവിടുത്തെ ജനബാഹുല്യം കണ്ടിട്ട് എന്ത് തോന്നുന്നു? അത്ഭുതം തന്നെയാണ്, ഇത്രയും ആൾക്കാർ ഇവിടെ പ്രചാരണം കൊടുത്തിരുന്ന ഇവിടെ ആരും വരില്ല എന്നൊക്കെയായിരുന്നു. ഈ നട്ടുച്ച നേരത്ത് വന്നിട്ട് എന്ത് തോന്നി ഇവിടുത്തെ ആളുകളെ കണ്ടിട്ട്? എല്ലാവർക്കും ഉണ്ടാവില്ലേ കാണാനുള്ള ആഗ്രഹം. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ഓരോരാളുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിനനുസരിച്ച് എല്ലാവരും പങ്കെടുക്കും. ഓക്കെ, എന്താണ് ഓരോരുത്തരോടും പറയുന്നത്? ഓക്കെ, ഇവിടെ ഏറ്റവും വലിയ പ്രചാരണം നടന്നിരുന്നത് ഭാരതപ്പുഴ വൃത്തിഹീനമാക്കുന്നൊക്കെയായിരുന്നു. വൃത്തിഹീനാണോ? നല്ല വൃത്തിയുണ്ടല്ലോ. ഓക്കെ, ഇവിടുത്തെ സേവനത്തെ കുറിച്ച്, നമ്മുടെ സേവകരെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിലോ? നല്ല സേവനം. ഓക്കെ, നമ്മളെല്ലാവരും ഇവിടുത്തെ സ്വയം സേവകർ തന്നെയാണ്, സ്വയം സേവിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് അല്ലെ? ഭാരതപ്പുഴ അഴുക്കായിട്ടൊന്നുമില്ല, വെറുതെ നടത്തിയ പ്രചാരണം ജനങ്ങൾ പറഞ്ഞു നടത്തുന്നു. ഓക്കെ, ബാക്ക്വേർഡ് ആക്കാൻ ഒരു താങ്ക് യു. നമസ്കാരം. എന്താണ് കുംഭമേള വിശേഷങ്ങൾ പറയാൻ? അങ്ങ് യു പിയില് കുംഭമേള എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടുണ്ടല്ലോ. സനാതനധർമ്മത്തിന്റെ ഒരു കൊടുങ്കാറ്റ് വീശിയെങ്കില് ആ കൊടുങ്കാറ്റ് ഇന്ന് കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും ഈ വിരാട ഹിന്ദു സംഗമം കണ്ട ശേഷം എന്തെന്നില്ലാത്ത സന്തോഷം അനുഭവിക്കുകയാണ് ഇവിടെ. എവിടെന്നാ വരുന്നേ? അങ്ങ് ഇപ്പൊ കളമശ്ശേരി എന്നാ വരുന്നത്. ഓക്കെ, പേര് സജീവ് പണിക്കശ്ശേരി. ഇത് ഇത്രയും കണ്ടിട്ടും വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന കുറെ ഹിന്ദുക്കളുണ്ട്, എന്താണ് അവരോട് പറയാനുള്ളത്? നിങ്ങൾ ഇനിയും ശക്തമായിട്ട് ഉണരണം. യു പിയിലെ യോഗി ആദിത്യനാഥ് കൊണ്ടുവന്ന കുംഭമേള പോലെ തന്നെ ശ്രേഷ്ഠമായിട്ടുള്ള ഈ പ്രാർത്ഥനയില്, ഈ വിശിഷ്ടമായിട്ടുള്ള ഈ ചടങ്ങില് അഭിമാനത്തോടുകൂടി യഥാർത്ഥ വിരാട ഹിന്ദുവിന്റെ സ്വരൂപത്തോടുകൂടി പങ്കെടുക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. ഇത് തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് അസുര ശക്തികൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ തോന്നി ആ സമയത്തൊക്കെ? അതിപ്പോ പണ്ടും ഉണ്ടായിട്ടുണ്ടല്ലോ. മഹാഋഷിമാരിവിടെ യാഗം ചെയ്തപ്പോഴും പല അസുരീയ ശക്തികൾ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കാറ്റായിട്ടും പുകയായിട്ടും ഇരുളായിട്ടും വന്നിട്ട് എന്ന് യാഗങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടോ, ഈ പുണ്യഭൂമിയിൽ സനാതനധർമ്മത്തെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു ശക്തി വന്നിട്ടുണ്ടോ, അന്നൊക്കെ എതിർക്കാനായിട്ട് ഈ ആസുരിക ശക്തികൾ എന്നും വന്നിട്ടുണ്ട്. ഇത് കേരളമാണ് എന്ന് കേൾക്കാറുണ്ട് നമ്മളൊരു വലിയ മുദ്രാവാക്യം. ഇത് കേരളം തന്നെയാണ്. എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ? വിരാട ഹിന്ദുവിന്റെ ആത്മാഭിമാനമുള്ള ഹിന്ദു സമൂഹത്തിന്റെ സംഗമം കണ്ട് അത്യന്ത അഭിമാനത്തോടുകൂടി സന്തോഷം. ആദ്യ നാളുകളിലൊക്കെ ആളുകൾ കുറവായിരുന്നു, ഇന്ന് എങ്ങനെയാണ് ജനങ്ങള് അങ്ങ് നോക്കി? ഇന്ന് ഇവിടെ ഒരു മൺതരി കാണാൻ ബുദ്ധിമുട്ടുള്ള രീതിയിൽ വീരാട ഹിന്ദുവിന്റെ ശക്തിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നട്ടുച്ച നേരമായിട്ടോ അല്ലെ? തീർച്ചയായിട്ടും ഈ മണലാരണ്യം കംപ്ലീറ്റ് പൊള്ളുന്ന ചൂടാണെങ്കിൽ പോലും ഇവിടെ വീരാട ഹിന്ദുവിന്റെ ശക്തി കൊണ്ട് ഇവിടെ തണുത്തുകൊണ്ടിരിക്കുകയാണ് ഈ അന്തരീക്ഷം മൊത്തം. ഭക്തിസാന്ദ്രമായിട്ടുള്ള ഈ അന്തരീക്ഷത്തിൽ ഏറെ സന്തോഷം തോന്നുന്നു. ഇവിടെ ഓരോരുത്തരും സ്വയം വോളണ്ടിയർമാരാണ്, നിയന്ത്രിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരുടെയും ചടങ്ങായത്. ഭഗവാന്റെ എത്രത്തോളമുള്ള ഒരു കൈയുണ്ട് അതിന് പറയാം. തീർച്ചയായിട്ടും സന്തോഷം. എന്താണ് കുംഭമേള കണ്ടിട്ട് എന്താ തോന്നിയത്? സുഖമായി പരിപാടികള്, നല്ല പരിപാടികള്. കേരളത്തിൽ ഇങ്ങനെ പരിപാടി നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പറഞ്ഞാ ഒരു തടസ്സം ഉണ്ടായിരുന്നു. അതിപ്പോ എന്ത് മാറിക്കൊണ്ട് ഒന്ന് ക്ലിയർ ആയി അസുരന്മാരുടെ ആ ഒരു ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത് ഹിന്ദുക്കൾക്കൊക്കെ ഒന്നായി ഇന്ന് കൂടാനും നല്ലൊരു പരിപാടിയാണ്. എങ്ങനെ ഇവിടുത്തെ സംഘാടനം സൂപ്പർ, അതിന്റെ കുഴപ്പങ്ങളില്ല. ഭാരതപ്പുഴ നശിപ്പിക്കും, അതല്ലെങ്കിൽ ഇതിന് പ്രകൃതി വിരുദ്ധമായിട്ട് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നൊക്കെയായിരുന്നു പ്രചാരണം ഉണ്ടായിരുന്നു, അങ്ങനെ തോന്നിയോ? ഇല്ല, വലിയ കാര്യങ്ങളില്ല. ഇല്ല, അതെല്ലാം ക്ലിയർ ആക്കിക്കൊണ്ട് കമ്മിറ്റിക്കാർ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്റെ പേര് നന്ദകുമാർ. എവിടെന്നാ വരുന്നത്? കോഴിക്കോട്. എങ്ങനെയുണ്ട് കോഴിക്കോട് നിന്ന് ഇവിടെ വന്നിട്ട് കുംഭമേള? കുംഭമേള പ്രയാഗ്രാജിലൊക്കെ നടന്നത് പോലെ തന്നെ ഇവിടെ നടന്നു. ഇവിടെ കേരളത്തിൽ ഇത്തരത്തിലൊരു ഗംഭീര പ്രോഗ്രാം നടക്കുന്ന പ്രതീക്ഷിച്ചിരുന്നോ? തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നു. അതായത് കേരളത്തിലെ ഹിന്ദുക്കൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ ഉണ്ടോ? ഈ ശക്തി കണ്ടിട്ട്? ഈ ശക്തി മുന്നേ നമ്മൾ കണ്ടതാണ്. നമ്മള് ഹിന്ദു ഉണർന്നു കേൾക്കാറേ ഉള്ളൂ അല്ലെ? ഇപ്പൊ കാണുന്നില്ലേ? പിന്നെ തീർച്ചയായും ഉണർന്നില്ലേ ശരിക്കും ഹിന്ദു? യെസ്. പേര് പറഞ്ഞു? നന്ദകുമാർ. ഓക്കെ, താങ്ക് യു. നമസ്കാരം. എവിടെ വരുന്നേ? ഞങ്ങള് ചെങ്ങന്നൂര്. ആണോ? പേര്? ചെങ്ങന്നൂര് ഹരിപ്പാട് ശ്രീകുമാർ. ഓക്കെ, എങ്ങനെയുണ്ട് കുംഭമേള? കേരള കുംഭമേള അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഇത് കുറച്ചു കാലം മുൻപേ തുടങ്ങേണ്ടതായിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇത് ഈ വരും വർഷങ്ങളിൽ ഇനിയും നന്നാകുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇതിനെതിരായിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. സർക്കാർ പോലും നമുക്കത് ഇത് നടത്തുന്നതിനെതിരായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ എന്ത് പറയുന്നു? സർക്കാരിന്റെ ആ എതിർപ്പിനെ പോലും അവഗണിച്ചുകൊണ്ട് ഹിന്ദു ഉണർന്നോ? വളരെ വലുതായിട്ടുള്ളത്. ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഇല്ല, പ്രത്യേകിച്ച് മലപ്പുറത്ത് കൂടിയാവുമ്പോ. ഇരട്ടിയായിട്ട് നടക്കണം. ഓക്കെ. ഇവിടെ സംഘാടകർ, നമുക്കറിയാം ഇവിടെ സംഘാടകർ നമ്മൾ തന്നെയാണ് ഓരോരുത്തര്, അല്ലെ? നമ്മൾ തന്നെ നിയന്ത്രിക്കുന്നുണ്ട്. ഭാരതപ്പുഴ അഴുക്കുചാലാക്കി മാറ്റുന്നൊക്കെ ആയിരുന്നു പ്രചാരണം ഉണ്ടായിരുന്നത്. എങ്ങനെ തോന്നി ഇവിടെ വന്നിട്ട് വൃത്തി മറ്റുള്ള കാര്യം? കഴിയുമ്പോ എല്ലാവർക്കും മനസ്സിലാകുമല്ലോ. ഇപ്പൊ ഇതുപോലെ വൃത്തിയുള്ള വേറെ സ്ഥലം വേറെ ഉണ്ട്. ഇല്ല. നല്ലപോലെ നല്ല രീതിയിലുള്ള ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ. ഞാൻ പറഞ്ഞ അഭൂതപൂർവമായ ഒരു ജനത്തിരക്കാണ് ഇവിടെ ഉള്ളത്. ഓക്കെ. കാരണം നമ്മൾ ഇത് ഇത്രയൊന്നും വിശ്വസിച്ചിരുന്നില്ല. ഇവിടെ വന്ന് നോക്കുമ്പോഴേ ഇത് കാണാൻ മനസ്സിലായപ്പോഴാണ് മനസ്സിലായത്. ഇത് ഈ രീതിയിൽ കണ്ടിന്യൂ ചെയ്യണം. എല്ലാ വർഷവും നടക്കണം. കൂടുതൽ സാന്നിധ്യം ഉണ്ടാകണം, പ്രാതിനിധ്യം ഉണ്ടാകണം. ഓക്കെ. അത് തന്നെയാണ്. ഇനി വരാനിരിക്കുന്ന കുറെ ഹിന്ദുക്കൾ വീട്ടിൽ അടച്ചിരിപ്പുണ്ട് ഇപ്പോഴും. അവരോട് വളരെയധികം ഉണ്ട്. അവരോടൊന്നും പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല. ഇനിയെങ്കിലും ഉണർന്നില്ല എന്നുണ്ടെങ്കിൽ അവസാനം നമ്മൾ എവിടെ പോയി നിൽക്കുമെന്നുള്ളതിനെ കുറിച്ച് അവർക്ക് തന്നെ ഒരു ബോധം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യം. ഓക്കെ. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് കേരളം ഒരു ഭ്രാന്താലയമാണ് എന്നുള്ളത്. ആ ഭ്രാന്തിനെതിരെ ഹിന്ദുക്കൾ ഒരുമിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? വളരെ അതിക്രമിച്ചിരിക്കുന്നു. ആ സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനിയും ഉണർന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും കാട്ടിൽ പോയി ഒളിക്കുകയെ നിവൃത്തിയുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഒരു വലിയ ആവശ്യകതയുണ്ട്. ഹിന്ദു ഉണർന്ന് ഹിന്ദു ജാഗ്രതായിട്ട് എപ്പോഴും വിജിലന്റ് ആയിട്ട് ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഹിന്ദുവിന്റെ തന്നെ അധപതനം അവിടെ ആരംഭിക്കുകയാണ്. ഇപ്പൊ തന്നെ നമുക്ക് വളരെയധികം നമ്മൾ അമാന്തിച്ചു പോയി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അത് വരും വർഷങ്ങളിലും ഇതിനേക്കാൾ നല്ല രീതിയിലുള്ള കുംഭമേളകൾ ഇവിടെ തന്നെ എല്ലാ വർഷവും നടത്തണമെന്നുള്ളതാണ്. എല്ലാ വർഷവും മേള നടത്തി 12 വർഷം കൂടുമ്പോൾ അത് വിപുലമായ രീതിയിൽ നടത്തി എല്ലാ ഭക്തജനങ്ങളെയും അതുപോലെ തന്നെ എല്ലാ ഹിന്ദുക്കളെയും പങ്കെടുപ്പിച്ച് ഭാരതം മുഴുവനുള്ള ഹിന്ദുക്കളെയും പങ്കെടുപ്പിച്ച് ഇത് നടത്തണമെന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം. എന്നെ പോലെ ചിന്തിക്കുന്ന പലരുടെയും ആയിരക്കണക്കിന് ആൾക്കാരുടെയും ആഗ്രഹം ഇത് തന്നെയാണ്. ഇത് തന്നെ സംഭവിക്കട്ടെ, ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് ഒഴിഞ്ഞ ഏരിയകളൊക്കെ കാണിച്ചിട്ട് ആളെ ഇല്ല എന്ന് പറഞ്ഞ ഈ മണൽപ്പരിപ്പ് ഉച്ച നേരത്ത് വന്നിട്ടൊക്കെ ഇതിപ്പോ നമ്മൾ നട്ടുച്ച നേരെ അല്ലെ 1 മണി അല്ലെ 1 മണി. എന്താണ് പറയാനുള്ളത്? ആളുകൾ എത്രത്തോളം ഉണ്ട് ഇവിടെ? വളരെയധികം ഉണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിനൊക്കെ ഒരുപാട് കൂടുതലാണ്. അതെ, മണിക്കൂറുകളോളം ക്യൂ. ഒരുപാട് ക്യൂ നിൽക്കുന്നു. ഓക്കെ. എന്തായാലും വരും വർഷങ്ങളിൽ ഗംഭീരമാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു. ഭാരതിയുടെ പ്രവർത്തനം, അന്നദാനത്തിന്റെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ എടുത്തെടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. സേവാഭാരതിയെ, പ്രത്യേകിച്ച് ഈ മലപ്പുറം ഭാഗത്തുള്ള മൊത്തം സേവാഭാരതിയെയും അഭിനന്ദിച്ചാൽ മതിയാകില്ല. അതുപോലെ തന്നെ സേവാഭാരതി നല്ലപോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഇനിയും അവർക്ക് പ്രവർത്തിക്കാനുള്ള ഊർജ്ജം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. പറഞ്ഞോളൂ. ഈ മാപ്ര ചാനലുകൾക്ക് കിട്ടേണ്ട ഏറ്റവും വലിയൊരു അടിയാണിത്. കാരണം അവർക്ക് അവര് കവർ ചെയ്യാത്തിടത്തോളം ഇത് കണ്ടവര് പഠിക്കണം. അടുത്ത കൊല്ലെങ്കിലും അവരിവിടെ വരണം. അല്ല, അവര് വരാത്തോണ്ടൊരു സമാധാനല്ലേ? അതെ, സമാധാനമുണ്ട്. പക്ഷെ അതെ 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 ഭഗവാൻ കൊടുത്തൊരു മറുപടി. അതെ. ഓക്കെ, താങ്ക് യു. എവിടെ വരുന്നത്? പിന്നെ മലപ്പുറം ജില്ല എടവണ്ണ. ഞാൻ നിലമ്പൂരാണ്. നമ്മുടെ പരിപാടിയൊക്കെ കുംഭമേള. ഓക്കെ. യൂട്യൂബിൽ എപ്പോഴെത്തിയത്? എന്ത് തോന്നി ഈ തിരക്കും അതുപോലെ ഇവിടുത്തെ നമ്മുടെ സേവകന്മാരുടെയൊക്കെ ആ സേവനം എല്ലാം എന്ത് കണ്ടു തോന്നി? നല്ല ജനബാഹുല്യം എങ്ങനെയാണ്? ജനങ്ങൾ എങ്ങനെയുണ്ട്? നല്ല ജനങ്ങൾ തന്നെയാണല്ലോ. ഇവിടെ വൃത്തിയും വെടിപ്പും നമ്മൾ ഓരോരുത്തരാ നോക്കുന്നത് അല്ലെ? ഇവിടെ പ്രചാരണം കൊടുത്തിരുന്നത് ഭാരതപ്പുഴ അഴുക്കാക്കുമെന്നൊക്കെ. എന്ത് തോന്നി ഇവിടുത്തെ വൃത്തി കണ്ടിട്ട്? പുറത്തുള്ള ആൾക്കാർ വേറൊരു പ്രചരണം നടത്തുന്നത്. അല്ലാതെ ഇവിടെ അഴുക്കാവോ ഒന്നും ഒരു സംഭവത്തില്ല. അവനാൻ തന്നെ അതൊക്കെ ശ്രദ്ധിച്ചുള്ള സ്വയം അല്ലെ? സ്വയം നമ്മളെല്ലാവരും സേവകരായി. ഇത് പുറത്തുള്ള ഇത് ആൾക്കാര് ഇത് ഒരു പ്രചരണം നടത്തണം. ഇത് കുംഭമേള വന്നാല് ഇവിടെ വലിയ പ്രശ്നവും പുഴ മലിന്യാവും ഇതൊക്കെയാണ്. അങ്ങനെ ഒരു അവസ്ഥ ഇനി വീട്ടിലിരിക്കണ കുറെ ഹിന്ദുക്കളുണ്ട്. അവരൊക്കെ ഇപ്പം പിന്നെ എല്ലാരും എത്തിപ്പെട്ടതൊന്ന് കാണണം എന്നാണ് നമ്മളെ അഭിപ്രായം. അനുഭവിക്കുക എന്നുള്ളതാണ്. കേട്ടറിവിനേക്കാൾ വലുതാണല്ലോ കണ്ടറിവ്. ഓക്കെ, താങ്ക് യു.